എന്നാ പറ്റിയത്? ഈ വണ്ടി അവിടെ നിന്ന് വന്നു. ആ വണ്ടി ഇവിടുന്ന് പോയതാണെന്നാ പറഞ്ഞത്. പക്ഷെ ഇവൻ ഇടിച്ച് തിരിച്ചു വന്നതാണെന്നാ പറഞ്ഞത്. ഇവൻ ഇടിച്ച് കറങ്ങിയതാണ്. ആണല്ലേ? എല്ലാം വെള്ളം. അതിന്റെ അടി ഓടിക്കും. അത് നമ്മുടെ വണ്ടി അതാ ഇയോണാണോ? ചേട്ടൻ എവിടെ നിന്ന് വന്നേ? ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നോ? വട്ടം ഞങ്ങൾ ഇടിച്ച് കറങ്ങിപ്പോയി. ചേട്ടാ ഇത് നോക്കി അറിയാൻ പറ്റും വട്ടം കറങ്ങി ഇടിച്ചു പോയതാണോ ഇത് ഇവന്മാരാണോ വെള്ളം അടിച്ചത്? ഇങ്ങടേക്ക് എല്ലാരെയും ഇതാണ് അനസരി ചെക്ക് ചെയ്യണം. ഞാനും അടിച്ചിട്ടുണ്ട്. ഞാൻ മാണിയോട് പറഞ്ഞു ഇവന്മാർ ഓട്ടേക്ക് കയറി വന്നിട്ട് ഇതേ കൊണ്ട് കയറ്റിയതാ ഇവന്മാര്. ഈ വളവിന് മനസ്സിലായോ? ചേട്ടാ റെക്കോർഡ് ചെയ്ത് ഇത് റെക്കോർഡ് ചെയ്താ ഇത് കണ്ടാ അറിയാൻ പറ്റുമല്ലോ. ഒരു മാണിയോടാണെങ്കിൽ വണ്ടി ഓടിച്ചാൽ അല്ലയോന്ന്. നേരിട്ടാണെങ്കിൽ ഇതിന്റെ ഗ്ലാസ് ഇടിച്ച് പോകത്തില്ലേ? ബാറിന്ന് കയറി വന്നതാ. ഞാൻ കറക്റ്റായിട്ട് കണ്ടോണ്ടിരിക്കുക. ഞാൻ പറയാം ബാറിൽ നിന്ന് കയറി വന്ന ഓർഡർ എടുത്തിട്ടുണ്ട്. ചേട്ടാ എന്നെ ഞാനേ കൊലക്കൊള്ളി പ്രതിയൊന്നുമല്ല. വണ്ടി നടക്കായിരുന്നു. ഇച്ചിരി ഒതുക്കിയിട്ട് കൊടുത്താ മറ്റു വണ്ടികൾ പോകാൻ. ആ വണ്ടിയെ ഞാൻ ഇച്ചിരി സൈഡിലോട്ട് ഒതുക്കി കൊടുത്താ. കോട്ടയം ഡിഷുണ്ട്. ഇടിച്ച് ഈ വശത്ത് നിന്ന വണ്ടി വട്ടം കറങ്ങി കണ്ടോ ഇവിടെ വരെ വന്നു. പിന്നെ ഞാൻ ഇച്ചിരി അങ്ങോട്ട് നീക്കിയിട്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വണ്ടി എത്ര പേരുണ്ടായിരുന്നു? ആൾക്ക് വല്ല പരിക്കുണ്ടോ? എല്ലാവർക്കും ആർക്കും പരിക്കൊന്നുമില്ല. ഞങ്ങൾ ചേലാമറ്റത്ത് നിന്ന് വരുവാ. അച്ഛൻ്റെ ഇത് എടുക്കാൻ വേണ്ടി പോയത്. അസ്ഥി എടുക്കാൻ പോയത്. നമ്മൾ നോയമ്പിലല്ലേ? അതെ അതെ. ആ വണ്ടി ഈ വണ്ടിക്കിട്ട് വന്ന് ഇടിച്ചിട്ട് ഇതിപ്പം വട്ടം കറങ്ങിപ്പോയി അല്ലേ? മൊത്തം വട്ടം കറങ്ങിപ്പോയി. കൈതേപ്പാലത്തുനിന്ന് വന്ന വാഗണാറാണിത്. ആ വാഗണാർ മറ്റേ ഇയോൺ കാറിനിട്ട് ഇടിച്ച് രണ്ട് വണ്ടിയുടെയും ടയർ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. രണ്ട് വണ്ടിയുടെയും ടയറിൻ്റെ ആ ഭാഗം വിട്ട് നിൽക്കുകയാണ്. രണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ മേലാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ ഈ കാറിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നെന്നാണ് ഇവിടെയുള്ളവരെല്ലാം പറഞ്ഞത്. അപ്പം അവിടെ ഇവരെ കണ്ടവരുമുണ്ട്. ബാറി വെച്ച് കണ്ടവരാണ് അവർ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വണ്ടിക്കകത്ത് ഒരാൾ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി ഈ ഇയോൺ കാറിനിട്ട് വന്ന് ഇടിച്ചതാണ്. അവരാണെങ്കിൽ ഒരു അസ്ഥി ഒഴുക്കാൻ പോയിട്ട് വന്നതാണ്. ചേലമറ്റംകാരാണ്. അവരുടെ വാഹനത്തിനുണ്ട് വന്ന് ഇടിച്ചിട്ട് അവർ വട്ടം കറങ്ങിപ്പോയി. അത്രയ്ക്കും ഇടിയായിരുന്നു. എന്റെ പിള്ളേരെ വിളിക്കുമ്പോൾ എഴുതിയുടെ പെരുന്നാൾ വരും. അതെ പറഞ്ഞേക്കാം. ഞാൻ മാത്രമാണ് ഇപ്പോൾ പ്രസന്റ് ചോദിച്ചു. അതെ പറഞ്ഞേക്കാം. നമുക്ക് അവിടെ ചെന്നോന്ന് മോചനം കിട്ടുമെന്നാട്ടെ. മോചനം കിട്ടുന്നൊന്നുമില്ല. ഞാൻ ഞങ്ങളെ ഇടിച്ച് ഞങ്ങൾ വട്ടം കറങ്ങിപ്പോയി അവിടെ. സാറൊന്ന് അണ്ണൻ ചെയ്യണം കേട്ടോ. ഈ ടയർ ഒടിഞ്ഞിരിക്കുക. ഈ വണ്ടി എങ്ങനെ തള്ളി മാറ്റി? വണ്ടി
ഞങ്ങൾ ഇടിച്ച് വട്ടം കറങ്ങി സമാനപ്പെട്ടത്. നമ്മുടെ വീട് വട്ടം കറങ്ങി വാടകയാണോ ഈ സൈഡിൽ ഞാൻ കോട്ടയക്കാരനല്ല ചെയ്തോ മോനെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അപ്പുറത്ത് നമ്മുടെ കണ്ണൊക്കെ അടിക്കാൻ വന്ന ഊങ്ങാനായിട്ട് കൊടുക്കുകയും ചെയ്യും. അല്ല, സ്വീകരിച്ചിൻ്റെ അരി എന്നാന്ന് ഞാൻ കാണിച്ചത്. സ്വീകരിച്ചിൻ്റെ അരി എന്നാണ് കാണിച്ചത്. പറയാം. അല്ലെന്ന് അവർ കൈകാര്യം അല്ലെന്ന് അവർ ചെയ്തോളൂ, പോലീസുകാർ ചെയ്തോളൂ. അവർ ചെയ്തോളൂ. ഈ രണ്ട് വാഹനങ്ങളും വഴിയുടെ നടുക്ക് കിടക്കുന്നതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ വാഹന ഗതാഗതമുള്ളൂ. ആ സ്ഥാനത്ത് പുതുപ്പള്ളിക്കാവിലെ വരെ ബ്ലോക്കായിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ രണ്ട് ടയറും ബെൻഡായി നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നീക്കാനേ പറ്റത്തുള്ളൂ. ഏതാ? ആ വാ വാ വാ, ഇനി വന്നു നീ വാ, ഒന്ന് കൊടുക്കണം. നീ വന്നു പൊക്കോ. വാഹനാപകടോ ഇങ്ങോട്ട് വാ. രണ്ടുപേരും തമ്മിൽ പറഞ്ഞാൽ തീരുവാ. മിണ്ടായിരിക്കാൻ ഞാൻ പറഞ്ഞു. മിണ്ടായിരിക്കും, അവിടെ പോയി നിൽക്കും. അവിടെ നിൽക്കാൻ പറഞ്ഞായിരുന്നു. സോൾവ് ചെയ്യണ്ടേ? പ്രശ്നമൊന്നുമില്ല, വണ്ടി തള്ളി മാറ്റി. വണ്ടി ബ്ലോക്ക് ചെയ്താണ്. കൊണ്ടോ
മണനാടേ ഉള്ളൂ. അപകടമുണ്ടാക്കിയ വാഗണാറിലെ വന്ന ആൾക്കാർ മറ്റേ വാഹനത്തിലുള്ളവർ വെള്ളമെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ആരാ വെള്ളം അടിച്ചെന്നുള്ള മനസ്സിലായി. അതുകൊണ്ടാണ് ഈ നാട്ടുകാരെല്ലാം കൂടെ ഈ അപകടമുണ്ടാക്കിയ വണ്ടിക്കാർക്ക് നേരെ ബഹളമുണ്ടാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ വാഹനം എല്ലാവരും കൂടെ കൂടി തള്ളി മാറ്റിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അവിടുത്തെ റോഡ് മുഴുവൻ ബ്ലോക്കാണ്. അപ്പം പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ അപകടമുണ്ടാക്കിയ വാഗണാറിലെ ആൾക്കാരെ ജീപ്പയിലോട്ട് കൊണ്ടുപോയി. വാഗണാറിൻ്റെ അകത്ത് 4 പേരുണ്ടായിരുന്നു. 2 പേര് ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞ സമയത്ത് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വണ്ടിയിൽ നിന്ന് പോയിട്ട് 2 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ 2 പേരെയാണ് പോലീസ് കൊണ്ടുപോയത്. അപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി വാഹനം ഒതുക്കി റോഡ് മുഴുവൻ ബ്ലോക്കായി. അതുപോലെ തന്നെ മറ്റേ വണ്ടിയും തള്ളി നീക്കാനേ പറ്റത്തുള്ളൂ. ക്രെയിൻ വിളിച്ചിട്ടുണ്ട്. ക്രെയിൻ വരുമ്പോഴത്തേന് താമസം വരും. അന്നേരത്തിന് വഴി മുഴുവൻ ബ്ലോക്കാണ്. ടയർ 2 ബെൻഡായിട്ട് നിൽക്കുകയാണ്. അതാണ് ഈ വണ്ടി നീങ്ങാത്ത. ഫ്രണ്ട് ടയർ 2 സൈഡിലോട്ടായിപ്പോയി. അത്രയ്ക്കും വന്ന് ഇടിച്ചിട്ട് രണ്ട് വണ്ടിയുടെയും ടയർ ബെൻഡായിപ്പോയി. ഇയോണിൻ്റെയാണ് ബാക്കിലെ ടയറിനായിട്ടാണ്. അപ്പോൾ ആ ടയർ ബെൻഡായിട്ട് വെളിയിലോട്ട് തള്ളി നിൽക്കുകയാണ് ഇയോണിൻ്റെ. ഇയോണിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ്, 2 വണ്ടിക്കും ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ നമ്മുടെ കൈതപ്പാടത്തെങ്കിൽ ഒരു അപകടം ഉണ്ടായതാണ്. മദ്യപിച്ച് വന്ന ആൾക്കാർ 2 സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ച് വീഴ്ത്തി. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പോലീസ് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം. കാരണം മദ്യലഹരിയിൽ വണ്ടിയുടെ നിയന്ത്രണം പോയി വന്ന് കയറുക എന്ന് പറയുമ്പോഴത്തേന് ഇത് വരുന്നത് മുഴുവൻ സാധാരണക്കാരുടെ ഇതുണ്ട്. ഇപ്പം ഒന്നും അറിയാത്ത ആ കാറുകാർക്ക് അവരുടെ പുറത്തോട്ടാണ് വന്ന് വണ്ടി കയറിയത്. പിന്നെ അതൊക്കെ അന്നേരം ഞാൻ പറയുന്നതിന് ഇതിനകത്ത് വരുമോ? അല്ല, അവൻ കാണിച്ച ബോട്ടിൽ തരാൻ പോരെ. പിന്നെ അതെ. ഇതിൻ്റെ ടയറും വളഞ്ഞു പോയല്ലേ? ഇത് ഇവിടെ എല്ലാം ബെൻഡായി പോയി. വളഞ്ഞ പാടുണ്ട്. ആ സമയത്ത് 2 പോലീസുകാരും കൂടെ വന്നിട്ടുണ്ട്. വഴി അതുപോലെ ബ്ലോക്കാണ്. അവരെല്ലാവരും കൂടെ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇല്ല ചാലോണം മുന്നോട്ട് കയറ്റാൻ പറ്റുമോ? എന്നാൽ ഇങ്ങോട്ട് ചാലോണം ഒതുക്കിക്കോ. ഫുൾക്കാറ വാഗണാർ ഓടിച്ച ആൾക്കാരെല്ലാം പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഈ ജീപ്പിലുണ്ട് അവരെല്ലാം. 2 വണ്ടിക്കാരോടും സ്റ്റേഷനിലോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്.
ക്രെയിൻ വന്നിട്ടുണ്ട്. വാഹനങ്ങൾ രണ്ടും വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്.